ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ എന്താ അയലയാട്ടോ മീൻ എടുത്തേക്കുന്നത്. പിന്നെ അതാണ്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ഞാൻ ചൂടുവെള്ളത്തിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയാട്ടോ വേണ്ടത്. പിന്നെ പുളിയും വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ, കുടംപുളി. അത് കഴിഞ്ഞിട്ട് ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ ഉലുവയിട്ട് പൊട്ടിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ കൂട്ടില്ലേ പൊടിയുടെ, മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ പച്ചമണവും പിന്നെ അതിനകത്തുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കേട്ടോ. തീ കുറച്ചിടണേ. അത് കഴിഞ്ഞ് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന പുളി ഉണ്ടല്ലോ, ആ പുളിയും വെള്ളവും പുളിയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് അഥവാ പുളി കൂടുതലാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം എടുത്ത് മാറ്റിയാൽ മതി. അതിന് ശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളമായിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ ഇത് തിളപ്പിക്കാനായിട്ട് വെക്കാൻ ആവശ്യത്തിനുള്ളത്. അതായത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അത്രയും പറ്റിച്ചിട്ട് അവസാനം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അതും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് തീ ഓഫ് ചെയ്തിട്ടാട്ടോ ഞാനിത് ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ. കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും എല്ലാം കൂടെ തൂകി അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൻ കറി റെഡി ആട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.